കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് ചെയ്ത കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിലുള്ളവരെ കുറിച്ച് പറയുന്നു, അവർ വാഗ്ദത്ത ദേശമായിരുന്ന കനാനിലേക്ക് പ്രവേശിച്ചുവെങ്കിലും അവർ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചില്ല. നാം അത്രേ ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാമത്രേ ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുന്നതെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ് സ്വസ്ഥത. നാം പലപ്പോഴും പറയും ഒരു സ്വസ്ഥതയില്ല, നമ്മുടെ ഹൃദയത്തിന് ഒരു സ്വസ്ഥതയില്ല. ദൈവത്തിലുള്ള ആശ്രയം പൂർണ്ണമായി കഴിഞ്ഞാൽ കർത്താവ് നമുക്കായി സകലതും കരുതുന്നുവെന്നും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നും ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ മനസ്സും ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. പലപ്പോഴും അതിന് തയ്യാറാകാതെ മനുഷ്യരും സാഹചര്യവും പിശാചും പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടും അവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവം വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അപ്പൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, ദൈവമേ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, അനീതിയും അക്രമവും അസ്വസ്ഥതകളും നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ പലപ്പോഴും കർത്താവേ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുകയാണെങ്കിലും സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഒരു സ്വസ്ഥത കൽപ്പിക്കുന്നതിനായി നന്ദിയപ്പ. അത് ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ സ്വസ്ഥമായിരിക്കുവാൻ, ദൈവമേ ഞങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ സ്വസ്ഥമായിരിക്കുവാൻ, ഞങ്ങളുടെ തലമുറകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ സ്വസ്ഥമായിരിക്കുവാൻ, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഞങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ശരീരത്തിൽ എല്ലാം ഒരു സ്വസ്ഥത കടന്നു വരുവാനായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാം ചലിക്കണമേ. അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന സകല മേഖലകളിൽ കർത്താവിൻ്റെ ഒരു നിയന്ത്രണം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമേ ഭവനത്തിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പലരും തമ്മിൽ ദൈവമേ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന അസ്വസ്ഥതകളെ ഈ ദിവസം ദൈവമേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക മണ്ഡലത്തെ ശാസിച്ച് അവിടെ നിന്ന് ഞങ്ങൾക്കൊരു സ്വസ്ഥത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ ഒരു സ്വസ്ഥത ദൈവമേ അവിടെ നിന്ന് കൽപ്പിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. തുടരെ വരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങളിൽ ദൈവമേ സ്തോത്രം, ഞങ്ങളുടെ മനം കലങ്ങിപ്പോകാതെ ഞങ്ങൾ സ്വസ്ഥമായിരിക്കുവാൻ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം ദൈവമേ, ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, നിത്യജീവനെ, ആ ദൈവിക സ്വസ്ഥതയെ, സമാധാനത്തെ, ദൈവിക കരുതലിനെ, ദൈവിക ജയം എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായി ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഈ പ്രാർത്ഥനയിൽ വളരെ നാളുകൊണ്ട് അടുത്ത് വരുന്ന ഓരോ പ്രിയ കുടുംബത്തെയും, ഓരോ സഹോദരനെയും സഹോദരിയെയും ആളാളായി പേരായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവമേ ചില സഹോദരങ്ങൾ തങ്ങളുടെ സ്വന്തം വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചിലർ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവമേ അവരുടെ മറ്റു പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ആരുടെ വിഷയത്തിന് വേണ്ടിയാണെങ്കിലും കർത്താവേ പകൽക്കാലം അവിടെ നിന്ന് ദൈവമേ ഇവർക്ക് വ്യക്തമായിരിക്കുന്ന മറുപടി നൽകണമേ. അവരുടെ ഹൃദയത്തിന് ആശ്വാസം നൽകണമേ. ഒന്നിലും പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ ഞങ്ങൾ ചില വിഷയങ്ങൾ വേഗത്തിലൊരു മറുപടി ആഗ്രഹിച്ചു, എങ്കിലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം അപ്പച്ച. ഞങ്ങൾക്ക് നന്മയ്ക്കായുള്ളത് അവിടെ നിന്ന് തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ ഇന്ന് പകൽക്കാലവും സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ, സ്വന്തമായ ഒരു ഭവനമില്ലാതെ വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ കർത്താവേ സ്തോത്രം, ദൈവമേ ഒരു സെൻറ്റ് വസ്തു ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒക്കെ ദൈവമേ സ്വന്തമായി അവർക്ക് കർത്താവെ തലചായ്ക്കുവാൻ ഒരു മനോഹര ഭവനത്തെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം വിദേശത്തൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, സഹോദരങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ മറ്റുള്ളവരുടെ കണ്ണിൽ വലിയ ഉയർച്ചയെന്ന് കരുതുന്ന ഇടത്തും ദൈവമേ ചില വ്യക്തികൾ കർത്താവെ സ്തോത്രം, ചില കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജോലിക്കായി, തങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി, പേപ്പർ വർക്കുകൾക്കായി കർത്താവെ ഒത്തിരി ഭാരപ്പെടുന്നു. അത് നാട്ടിലാണെങ്കിലും ദൈവമേ
ദൈവമേ, ഭാരപ്പെടുന്ന വിദ്യാഭ്യാസത്തെ ഓർത്തൊക്കെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ, തലമുറകളെ, കുടുംബങ്ങളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. ആ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കുഞ്ഞുങ്ങളുടെ നല്ല റിസൾട്ട് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. ദൈവമേ, ദുഷ്ടൻ വശീകരണത്തിലൊക്കെ അകപ്പെടുത്തി കർത്താവെ മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കുവാനും തക്കവണ്ണം ദൈവമേ ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്ന് ദൈവമക്കളുടെ ഭവനങ്ങൾ ഒഴിഞ്ഞിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മനം നൊന്തിരിക്കുന്നവരെ കർത്താവെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അപ്പച്ച. രോഗക്കിടക്കകളിൽ വീണുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരെ അവിടുന്ന് ദൈവമേ അവസ്ഥയിൽ നിന്ന് വിടുവിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ചെറുതും വലുതുമായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരാൾക്ക് വലുതായിരിക്കുന്നത് മറ്റൊരാൾക്ക് ചെറുതായിരിക്കാം. ഏതാണെങ്കിലും അവരവരുടെ വിഷയങ്ങൾ കർത്താവെ അവരവർക്ക് ഒത്തിരി ഭാരമുള്ളതാണ്. എൻ്റെ അപ്പൻ ദൈവമേ, ആ ഭാരത്തെ എടുത്തു മാറ്റുവാൻ സഹായിക്കണമേ. രോഗത്തെ സൗഖ്യമാക്കണമേ. ദീനത്തിൽ രോഗക്കിടക്കയെ മാറ്റിവിരിക്കുന്ന ദൈവം കർത്താവെ, ഇനി ഒരു സൗഖ്യമില്ല എന്നൊക്കെ മറ്റുള്ളവർ വിധി എഴുതിയ ചില വ്യക്തികളിലേക്ക് അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകൾ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ, ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ പച്ച. ഷുഗറിൻ്റേതായിരിക്കുന്ന വേരിയേഷൻസ് കർത്താവെ, അത് കാഴ്ചക്കുറവായി, കാലിന് ദൈവമേ ബലക്കുറവായി, മരവിപ്പായി ഒക്കെ ശരീര അവയവങ്ങളെ ബാധിച്ചിരിക്കുന്നവർ അത്ഭുതകരമായി കർത്താവെ അവിടെ ശരീരം നോർമൽ ലെവലിലേക്ക് വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്രകളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പകൽക്കാലവും കർത്താവിൻ്റെ കൃപ എല്ലാ ഭവനങ്ങളിലും, കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും ഇറങ്ങി വരുവാൻ ഹൃദയങ്ങൾ ഒരിക്കൽ കൂടി സ്വസ്ഥമായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ചു കേൾക്കുന്നതിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ പിശാച് തന്ത്രങ്ങൾ ഒരുക്കുന്നവനാണ്, നമ്മെ തോൽപ്പിക്കുവാനായി പരിശ്രമിക്കുന്നവനാണ്. പുതിയ നിയമത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളെ നമുക്ക് എങ്ങനെയാണ് പിശാചിൻ്റെ പരീക്ഷകളിൽ വീണു പോയാലും എങ്ങനെയായിരിക്കണം നാം ജയിക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. രണ്ട് വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത് മറ്റാരുമല്ല, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേർ, ഒന്ന് പത്രോസും ഒന്ന് യൂദയും. ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ച് പറയുന്നു, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. പക്ഷേ യൂദയെക്കുറിച്ച് ആ പെസഹ അത്താഴം കഴിയുമ്പോൾ പറഞ്ഞു, സാത്താൻ അവനിൽ കടന്നു. ഹല്ലേലൂയ. രണ്ട് പേരെയും, ഒരാൾ അനുവാദം ചോദിച്ചു, ഒരാളുടെ അധരത്തിൽ കൂടി പ്രവർത്തിക്കുന്നു, മറ്റൊരാളുടെ ഉള്ളിൽ സാത്താൻ കടന്നു, അവൻ ദുർമോഹിയായി കർത്താവിനെ തള്ളി പറയുന്നു. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് കർത്താവിനെ അകലം വിട്ട് പിന്തുടർന്നു. അല്ലെങ്കിൽ കർത്താവിനെ ആ വിധി ന്യായവിസ്താര സഭയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അകലം വിട്ട് കർത്താവിൻ്റെ പിന്നാലെ കടന്നു പോകുന്നു. കർത്താവ് വാണിംഗ് കൊടുത്തിട്ടും, യേശു വാണിംഗ് കൊടുത്തിട്ടും, മുന്നറിയിപ്പ് കൊടുത്തിട്ടും യേശുവിനെ അറിയാമോ എന്ന് ബാല്യക്കാരത്തികൾ വന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അവരുടെ മുമ്പിൽ കർത്താവായിരിക്കുന്ന യേശുവിനെ തള്ളി പറയുന്നു. ഹല്ലേലൂയ. അത് സാത്താൻ പത്രോസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ അനുവാദം ചോദിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ യൂദയുടെ ഉള്ളിൽ സാത്താൻ കടക്കുമ്പോൾ യൂദ പണത്തിന് വേണ്ടി വശീകരിക്കപ്പെട്ടവനായി മഹാപുരോഹിതന് കർത്താവായിരിക്കുന്ന യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായി കർത്താവിനെ ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്നു. രണ്ടുപേരും, പത്രോസ് കർത്താവിനെ തള്ളി പറയുമ്പോൾ ആണയിടുകയും പ്രാകുകയും ദൈവത്തെ പലതരത്തിൽ, അങ്ങനെ ദൈവത്തിന് ഒരിക്കലും നിരക്കാത്തതായിരിക്കുന്ന കാര്യം പത്രോസും ചെയ്തു. യൂദ യേശുവിനെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. രണ്ടുപേരും തിന്മ ചെയ്തു. എങ്കിലും പത്രോസ് അനുതപിച്ച് പിന്നത്തേതിൽ മടങ്ങി വന്ന്, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് ഏൽപ്പിച്ച വേല പൂർത്തിയാക്കുവാനായി പത്രോസിന് കഴിഞ്ഞു. എന്നാൽ യൂദയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ശരിയായ അനുതാപവും മനസ്താപവും പശ്ചാത്താപവും അല്ല വന്നത്. പിശാച് പിന്നെയും അവൻ്റെ ഉള്ളിൽ കൊടുത്ത തെറ്റായ കുറ്റബോധം കാരണം അവൻ നേരായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയാതെ പോയി കെട്ടി ഞാൻ തൂങ്ങിച്ചത്തു. ഹല്ലേലൂയ. അവൻ്റെ ജീവിതം എന്നേക്കുമായി പിശാചിൻ്റെ കരങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്നു. നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാച് ഇന്ന് ഈ ലോകത്തിൽ, അന്ന് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ന് ഏത് രീതിയിലും നമ്മെ ചതിക്കുവാൻ, വഞ്ചിക്കുവാൻ, നമ്മുടെ തലമുറകളെ വശീകരിക്കുവാൻ ഒക്കെ പല കെണികൾ ഒരുക്കുമ്പോൾ, ഹല്ലേലൂയ, പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നാം ഒന്ന് അകപ്പെട്ടു എന്ന് കരുതിയാലും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ശക്തിയുള്ളതാണ്. ഏത് പാപിയെയും, അനുതപിക്കുന്ന ഏത് പാപിയെയും കൈക്കൊള്ളുവാൻ
പിതാവായിരിക്കുന്ന ദൈവവും പരിശുദ്ധാത്മാവും തയ്യാറാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അനുതപിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയാൽ, ആ തെറ്റ് ചെയ്തു ദൈവം എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് പോയ വഴി പോട്ടെ എന്നോർത്ത് പിന്നെയും പിന്നെയും തെറ്റിലേക്ക് പോകാതെ പത്രോസിനെ പോലെ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ അനുതപിച്ച് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറപടിയായി ചെയ്യുവാൻ നിങ്ങളെയും കർത്താവ് ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ. ഇത് പറയുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങരുത്, അവൻ നിങ്ങളെ തോൽപ്പിച്ച് കളയരുത്. ഹല്ലേലൂയ. വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.